ജനാധിപത്യത്തെ വ്യാജമായി നിർമ്മിച്ച് രാഷ്ട്രീയ സമൂഹത്തിന് പകരം മതസമൂഹങ്ങളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ മാധ്യമ മേഖലയിലേക്ക് കടന്നു വരുന്നത് ജാഗ്രതയോടെ കാണണമെന്ന് മന്ത്രി പി പ്രസാദ്. പത്രപ്രവർത്തകനായിരുന്ന ആര്യാട് ഗോപിയുടെ സ്മരണാർത്ഥം കൊല്ലം പ്രസ് ക്ലബ്ബും ആര്യാട് ഗോപി സ്മാരക പുരസ്കാര സമിതിയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദൃശ്യമാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. ആര്യാട് ഗോപിയുടെ സ്മരണാർത്ഥം നൽകുന്ന 7ാമത്തെ അവാർഡ് വിതരണമാണ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചത്. മുഷ്ടിക്ക് കീഴ്പ്പെടാതെ മരിക്കുവോളം മുന്നോട്ടു പോവുക എന്നത് മാധ്യമധർമ്മമാണെന്ന ചിന്താഗതി കൈമോശം വരരുതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. വളരെയധികം ചേർന്നു നിൽക്കുന്ന എടുത്തു പറയത്തക്ക ഒരു പ്രദേശത്താണ് ഗോപി സാർ ജനിച്ചത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തോടും സാഹിത്യത്തോടും എല്ലാമുള്ള ഒരു അടങ്ങാത്ത അഭിരുചി അദ്ദേഹത്തെ കേരളത്തിന്റെ വേറെ ഒരു പ്രദേശത്തേക്കുമല്ല എത്തിച്ചത്, കൊല്ലത്തേക്കാണ് എത്തിച്ചത്. ജീവിതത്തിന്റെ പച്ചപ്പുകൾ തേടി പലരും പലയിടങ്ങളിലേക്കും പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ തന്നെ ചേച്ചി ആസ്ട്രേലിയയിൽ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മകൾ ആസ്ട്രേലിയയിലാണ്. അപ്പോൾ ആസ്ട്രേലിയയിലെ മെച്ചത്തെ കുറിച്ചൊക്കെ പറയുകയാണ്. ഓരോരുത്തരും അങ്ങനെയാണ്, ഓരോ ഇടങ്ങൾ തേടി പോകാറുണ്ട്. നമ്മൾ പ്രവാസവും അല്ലെങ്കിൽ ജീവിതത്തിന്റെ തേടി നിന്നൊക്കെ പോകുന്നത് കാര്യം പറയുന്നത് പോലെ തന്നെ ഒരു കാലത്ത് ആളുകളെ ആകർഷിച്ചിരുന്ന ഈ പത്രപ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം, സാഹിത്യ പ്രവർത്തനം എന്നിവയ്ക്ക് മലയാളത്തിൽ ഒരുപാട് പേരെ ആകർഷിച്ച ഒരു കേന്ദ്രമായിരുന്നു ഈ കൊല്ലം എന്നുള്ളത്. നേരത്തെ ഇങ്ങനെ ബാബു ചേട്ടൻ നമ്മുടെ സുരേഷ് ചേട്ടനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കടപ്പാക്കട അല്ലെങ്കിൽ കൊല്ലത്തിന്റെ പത്രപ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടുന്നത് ശ്രീബുദ്ധനാണ്. ബുദ്ധന് പ്രാധാന്യമേറുന്നുണ്ടെങ്കിലും ബുദ്ധചിന്തകൾക്ക് പ്രാമുഖ്യം മലയാളി മനസ്സുകളിൽ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം മാതൃഭൂമി ന്യൂസ് സീനിയർ ചീഫ് റിപ്പോർട്ടർ കണ്ണൻ നായരും 24 ന്യൂസ് ചീഫ് റിപ്പോർട്ടർ നിഖിൽ പ്രമേഷും ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയുടെ മികച്ച ദൃശ്യത്തിന് 24 ന്യൂസിലെ ക്യാമറാമാൻ രാജ്കിരണും മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മീഡിയ അക്കാദമി മെരിറ്റ് അവാർഡ് ജേതാക്കളായ പ്രിയങ്ക ഗോപാൽ, സഫ്വാൻ ഫാരിസ് എന്നിവർക്കും അവാർഡ് നൽകി. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് D ജയകൃഷ്ണൻ, സെക്രട്ടറി സനൽ D പ്രേം, ബൈജു ആര്യാട്, ആര്യാട് ഗോപി സ്മാരക പുരസ്കാര സമിതി അംഗങ്ങളും മുതിർന്ന മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.